ഏതൊരു വ്യക്തിയെ എടുത്താലും ഏതൊരു കുടുംബം എടുത്താലും ഒരുപാട് പേർക്കുള്ള ഒരു പരാതിയാണ് വരുമാനത്തേക്കാൾ കൂടുതൽ ചിലവ്. വരുമാനത്തേക്കാൾ കൂടുതൽ ചിലവ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അത് കടത്തിലേക്കാണ് പോകുന്നത് എന്നുള്ളത്. ശരിയല്ലേ? കാരണം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ അല്ലെങ്കിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ, നമുക്ക് മുൻകാലങ്ങളിൽ സംഭവിച്ച ഓരോ കാര്യങ്ങൾ കൊണ്ടാവാം നമുക്ക് സാമ്പത്തിക പരാധീനതകൾ വരുന്നത്. അത് സത്യമാണ്. പക്ഷേ ചില വ്യക്തികൾക്ക് അങ്ങനെയല്ല. നമ്മളൊരു സൈഡിൽ നിന്ന് കടം തീർത്ത് വരുമ്പോൾ കടം കൂടി വരും. സാമ്പത്തിക പരാധീനത നിരന്തരം കൂടിക്കൊണ്ടുവരിക, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നിരന്തരം കൂടിക്കൊണ്ടുവരിക. നമ്മളിപ്പോൾ 1,00,000 രൂപ മാസം വരുമാനം വന്നാലും ആ 1,00,000 രൂപ തീർന്ന് കുറച്ച് രൂപ നമുക്ക് ബുദ്ധിമുട്ടിലേക്ക് അല്ലെങ്കിൽ കടത്തിലേക്ക് ഉണ്ടാക്കേണ്ടി വരുന്നു. അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ അത് സാമ്പത്തിക നാശത്തിലേക്കുള്ള പോക്കാണല്ലോ. നമ്മൾ കഷ്ടപ്പെട്ടിട്ട് നമ്മുടെ കുടുംബത്തിൽ റിസൾട്ട് ഇല്ലാതെ വരിക, നമ്മൾ ഓടാവുന്നതിന് മാക്സിമം ഓടിയിട്ട് നമുക്ക് അതിൻ്റെതായ ഒരു റിസൾട്ട് ഇല്ലാതെ വരിക. അങ്ങനെ വരാൻ പാടില്ല. ശരിക്ക് സമ്പത്ത് ഉണ്ടാവുക എന്ന് പറയുന്നത് മറ്റേതൊരു കാര്യത്തിനെ പോലെയും സന്താനം ഉണ്ടാവുക, നല്ല വീട് വയ്ക്കുക, നല്ല വിവാഹ ജീവിതം ഉണ്ടാവുക, സമ്പൽ സമൃദ്ധമായ ലൈഫ് ഉണ്ടാവുക, അല്ലെങ്കിൽ നല്ല ഒരു വണ്ടി മേടിക്കുക, നല്ല ആഭരണാദികൾ ഉണ്ടാവുക, ഇതൊക്കെ ഒരു മഹാഭാഗ്യമാണെങ്കിൽ കടം തീർന്ന് സ്വസ്ഥമായി ജീവിക്കുന്നതും ഒരു മഹാഭാഗ്യമാണ്. കാരണം കടമില്ലാത്തവനും രോഗമില്ലാത്തവനുമാണ് ഏറ്റവും വലിയ സമ്പന്നൻ എന്ന് ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്ന് പറയുന്നത് പോലെ നമ്മുടെ സാമ്പത്തികപരമായി നിൽക്കുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്ന്, പരാധീനതകളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ഒരു വിഷയം ശരിക്കും പൊതുവെ എല്ലാവരുടെയും വിഷയമായി മാറുന്ന അവസരത്തിൽ അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചപ്പോൾ അതിനെന്താണ് പരിഹാരം? അതിനെ എങ്ങനെ നമ്മൾ ഏത് ദേവതയെ പ്രാർത്ഥിച്ചാൽ ഈ അടിക്കടി ഉണ്ടാകുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറും? അപ്പോൾ നമ്മൾ വിചാരിക്കും പെട്ടെന്ന് ഇത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പൈസ കൊണ്ട് തരുമോ എന്ന്. അങ്ങനെയല്ല. ഇപ്പോൾ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തിക പരാധീനതയുള്ള ആൾക്കാർ അല്ലെങ്കിൽ കണ്ടമാനം നമ്മൾ കഷ്ടപ്പെട്ട് റിസൾട്ട് ഇല്ലാത്ത ആൾക്കാർ നമ്മൾ ഇതും കൂടി ചെയ്യുമ്പോൾ നമുക്കത് കടം തീരാനുള്ള ഭാഗ്യം ഉണ്ടാവണം. അതാണ്, മനസ്സിലാകുന്നുണ്ടോ? ആ തീരാനുള്ള ഭാഗ്യം ഉണ്ടാവും. അതാണ് അതിൻ്റെ സത്യം, അതാണ് അതിൻ്റെ കാര്യം. നമ്മുടെ സനാതന ധർമ്മത്തിൽ നമുക്ക് വേണ്ടിയിട്ടായിട്ട് നിൽക്കുന്ന നിരവധി ഉപാസനാ മാർഗങ്ങൾ നമ്മൾക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും സൃഷ്ടിക്കപ്പെട്ട ഉപാസനാ മാർഗങ്ങൾ കൃത്യമായി നിൽക്കുന്ന ഭക്തരിലേക്ക് എത്താതെ പോകുമ്പോൾ ആ ഭക്തൻ കിടന്ന് വലയുന്ന അവസരങ്ങളിൽ ജ്ഞാനികളായി നിൽക്കുന്ന ഗുരുപരമ്പര അവർക്ക് വേണ്ടി ഉപദേശിച്ചു കൊടുത്ത് അവരെ സൽമാർഗത്തിലേക്ക് സഞ്ചരിപ്പിക്കുക എന്നുള്ളതാണ് ഓരോ നാമജപത്തിലൂടെയും ഓരോ മന്ത്രജപത്തിലൂടെയും അതിൻ്റെ ഉന്നം വയ്ക്കുന്നത്. അപ്പോൾ അറിയാവുന്ന ആൾക്കാർ, അറിയാൻ പറ്റാത്ത ആൾക്കാർക്ക് ഇത് പകർന്നു കൊടുക്കുമ്പോഴാണ് ആ പരമ്പര ശ്രേഷ്ഠമാകുന്നത്, അടുത്ത പരമ്പരയ്ക്ക് നന്നാകുന്നത്. ഒരാൾ മാത്രമല്ല, ഈ ലോകം മുഴുവൻ നന്നാവുക എന്നുള്ള സങ്കല്പമാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. ഓരോ നാമജപത്തിലൂടെയും നമ്മൾ ലക്ഷ്യമിടുന്നത്. അതിനു വേണ്ടിയാണ് നിങ്ങളിലേക്ക് ഇത് എത്തിക്കുന്നത്. അപ്പോൾ നമ്മൾ ഗണപതി ഭഗവാനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഗണേശനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എല്ലാ ഈശ്വരന്മാരുടെയും പ്രഥമ സ്ഥാനീയനായി നിൽക്കുന്ന ഗണപതി ഭഗവാൻ ആദ്യമായി പൂജിക്കേണ്ട വ്യക്തിയാണെന്ന് വെച്ചാൽ അത് ഗണേശ ഭഗവാനാണ്. സർവ്വവിഘ്നങ്ങളുടെയും സർവ്വ തടസ്സങ്ങളുടെയും സർവ്വ സമ്പൽ സമൃദ്ധിയുടെയും ബുദ്ധിയുടെയും സിദ്ധിയുടെയും കാരകനായി നിൽക്കുന്ന ഭഗവാൻ. അങ്ങനെ നിരവധി പ്രമാണങ്ങളാൽ ഉത്കൃഷ്ടമായി നിൽക്കുന്ന ഗണേശനെ പ്രാർത്ഥിക്കുന്നത് നിരവധി തവണ നമ്മൾ നിങ്ങളോട് തന്നെ സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഭഗവാന്റെ മറ്റൊരു രൂപമാണ് ഗണപതി. ഒരുപാട് ഭാവങ്ങളുണ്ട്. ശക്തി ഗണപതിയുണ്ട്, ഉച്ഛിഷ്ട ഗണപതിയുണ്ട്, ശ്രീ ഗണപതിയുണ്ട്, ലക്ഷ്മി വിനായക ഗണപതിയുണ്ട്. അങ്ങനെ നിരവധി ഭാവങ്ങളുണ്ട്. അതിൽ സാമ്പത്തികപരമായ കടങ്ങൾ തീരുന്നതിനായിട്ട് നമ്മൾ ഗണപതിയുടെ മറ്റൊരു സങ്കല്പമായ ഋണമോചന ഗണപതി, അങ്ങനെ ഒരു ഭഗവാനെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. നിങ്ങളൊക്കെ അറിയുന്നവരായിരിക്കും. അപ്പോൾ ഋണമോചന ഗണപതി ഭഗവാനെ, അപ്പോൾ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ആ സങ്കല്പം, അപ്പോൾ ആ പെട്ടെന്ന് ആ സങ്കല്പം എന്ന് വെച്ചാൽ എല്ലാം ഗണപതി സങ്കല്പം തന്നെയാണ്. നിങ്ങൾ വൈകുന്നേരങ്ങളിൽ നാമം ജപിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഗം ഗണപതേ നമ, ഗം ഗണപതേ നമ എന്ന് 12 തവണ എത്തമിടാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ സമയങ്ങളിൽ ഈ സങ്കല്പത്തിലുള്ള ഋണമോചന ഗണപതി സങ്കല്പത്തിലുള്ള ഭഗവാനെ സങ്കല്പിച്ചിട്ട് ഭഗവാനോട് പറയുക, വിഘ്നകാരകനായി നിൽക്കുന്ന, സമ്പൽ സമൃദ്ധിയുടെ കാരകനായി നിൽക്കുന്ന, ഋണമോചനകാരനായി നിൽക്കുന്ന ഗണേശ, അങ്ങ് ഞങ്ങളുടെ കടങ്ങൾ തീർക്കണേ, ഞങ്ങൾക്ക് സാമ്പത്തിക പരാതി തീർക്കണേ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ തീർക്കണേ,
അദ്ദേഹത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഏത്തമിടുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നത് ഇങ്ങനെയുള്ള കഷ്ടതകളിൽ നിന്നുള്ള രക്ഷയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ക്ഷേത്രങ്ങളിൽ നിങ്ങൾക്ക് അമ്പലത്തിൽ പോകാം. അമ്പലത്തിൽ പോയതിനു ശേഷം ഗണപതി ഭഗവാന് വ്യാഴാഴ്ച ദിവസം, വെള്ളിയാഴ്ച ദിവസം, ശനിയാഴ്ച ദിവസമൊക്കെ നല്ലതാണ്. എല്ലാ വ്യാഴാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച, ശനിയാഴ്ച ഒക്കെ ഭഗവാനെ ചെന്നിട്ട് അവിടുത്തെ ആചാര്യനോട് പറഞ്ഞ് തിരുമനസ്സേ നമുക്ക് ഋണമോചന മന്ത്രം കൊണ്ട് ഒരു പുഷ്പാഞ്ജലി കഴിക്കുക. മുല്ലപ്പൂ കൊണ്ട്, അല്ലെങ്കിൽ തുളസിപ്പൂ കൊണ്ട്, അല്ലെങ്കിൽ മറ്റേ ചെത്തിപ്പൂ കൊണ്ട്, അല്ലെങ്കിൽ താമരപ്പൂ കൊണ്ട് നിങ്ങൾക്ക് ഇത്തിരി പൂവൊക്കെ കൊണ്ട് കൊടുത്ത് പുഷ്പാദി കഴിച്ചു തരാൻ പറയുക. ആ പുഷ്പാഞ്ജലി കഴിച്ചു കിട്ടുമ്പോൾ, അത് നിരന്തരമാവുമ്പോൾ, എല്ലാ ആഴ്ചയിലും കഴിക്കുമ്പോൾ നമുക്ക് പതുക്കെ നമുക്ക് തീർത്തുകൊണ്ടിരിക്കുന്ന കടങ്ങൾ തീർന്നുകൊണ്ടിരിക്കുകയും പുതിയ പുതിയ കടങ്ങൾ വരാതിരിക്കുകയും പതുക്കെ സാമ്പത്തിക അഭിവൃദ്ധി വരികയും നമുക്ക് കഴിയുന്നതാകുന്നു. ചിലപ്പോൾ നമുക്ക് പെട്ടെന്നുണ്ടാകുന്ന അസുഖങ്ങളാവാം കടത്തിന്റെ കാരണം, അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന വണ്ടിക്കോ വീടിനോ എന്തെങ്കിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങളാവാം, അല്ലെങ്കിൽ പല കാര്യങ്ങളാവാം. ഇങ്ങനെയുള്ള അനാവശ്യമായി നിൽക്കുന്ന ചെലവുകൾ ഭഗവാൻ കുറച്ച് തന്നിട്ട് ആ കിട്ടുന്ന പൈസയെ നിങ്ങളുടെ കയ്യിൽ നിർത്തി നിങ്ങളുടെ പ്രശ്നങ്ങൾ തീർത്ത് ബാക്കി വരാനുള്ള അവസ്ഥയിലേക്ക് ഈ ഭഗവാൻ കൊണ്ടുപോകുന്നു. അതാണ് അതിൻ്റെ സങ്കല്പം. അത് വളരെ ശ്രേഷ്ഠമായി നിൽക്കുന്ന സങ്കല്പമാണ്. വിനായകന് നിരവധി ഭാവങ്ങൾ ഉള്ളതിൽ ഏറ്റവും നല്ല ഭാവമാണ്, ഏറ്റവും ഉപാസിക്കാൻ പറ്റുന്ന ഭാവമാണ്, ഏറ്റവും ഗുണകരമായ. കലിയുഗത്തിൽ മനുഷ്യൻ വരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ 1 രൂപയ്ക്ക് പോലും ഇപ്പോൾ സമൂഹം മുഴുവൻ സാമ്പത്തികപരമായി നിൽക്കുന്ന പരാധീനതകൾ നിൽക്കുന്ന സമയത്ത് നമ്മുടേതായി നിൽക്കുന്ന സനാതന ധർമ്മ വിശ്വാസികൾ നിർബന്ധമായും ആചരിക്കേണ്ടതും ചെയ്യേണ്ടതുമായി നിൽക്കുന്നതാണ് 2 കാര്യങ്ങളാണ്. നാമജപാദികൾ, ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ ചെയ്യുന്ന നാമജപാദികൾ കൊണ്ട് ഈ സങ്കല്പത്തിലുള്ള ഭഗവാനെ നമുക്ക് അനുഗ്രഹിക്കാൻ പ്രാർത്ഥിക്കാം. അതേപോലെ ഇതേ മന്ത്രം കൊണ്ട്, ഋണമോചന മന്ത്രം കൊണ്ട് പുഷ്പാഞ്ജലി നടത്താം, അമ്പലത്തിൽ കഴിപ്പിക്കാം നമുക്കത്. ഈ 2 കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് ഏറ്റവും നല്ല ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ അനുഗ്രഹം കൊണ്ട് പതുക്കെ നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ. മറ്റ് പല കുടുംബങ്ങളിലും ഉണ്ടാകുന്ന വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ അനാവശ്യമായി നിൽക്കുന്ന, പെട്ടെന്നുണ്ടാകുന്ന, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത, നമ്മൾ കരുതി വെച്ച ധനം മറ്റൊന്നിലേക്ക് ചെലവായി പോവുക, അനാവശ്യമായി ചെലവായി പോവുക എന്ന ഒരു സ്ഥിതി വിശേഷമൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അദ്ദേഹം ഒരു നിവാരണം കാണും. അപ്പോൾ അങ്ങനെയാണ് ഗണപതി ഭഗവാൻ കടം വീട്ടണേ എന്ന് വേണമെങ്കിൽ ചോദിക്കുന്ന ആൾക്കാരോട് അവരോട് പറയാനുള്ളത്, ഈ നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾക്ക് കിട്ടുന്ന മൂല്യത്തെ നമുക്ക് ഉപയോഗപ്പെടുത്തി അത് ദൈവ അനുഗ്രഹമായി മാറ്റണമെങ്കിൽ, ആ ദൈവ അനുഗ്രഹം കിട്ടണമെങ്കിൽ നമുക്ക് പ്രാർത്ഥനാ നാമജപാദികൾ വേണം. ആ പ്രാർത്ഥനാ നാമജപാദികൾ നമുക്ക് സംഭവിക്കാൻ പോകുന്നത് ഭഗവാൻ നിങ്ങൾക്കൊന്നും കൊണ്ടു തരുന്നില്ല. ഭഗവാൻ അതിൽ നിന്നുള്ള അനാവശ്യ ചെലവുകൾ ഒഴിവാക്കി ആവശ്യത്തിന് മാത്രം ചെലവ് വർദ്ധിപ്പിച്ച് നിങ്ങളുടെ സാമ്പത്തിക സുസ്ഥിരതയെ പ്രബലമാക്കി വളർത്തി ഇന്ന് അല്ലെങ്കിൽ നാളെ എന്ന് പറയുന്ന ദിവസം കൊണ്ട് നിങ്ങളെ പൂർണ്ണമായും മോക്ഷത്തിലേക്ക്, അല്ലെങ്കിൽ സാമ്പത്തിക കടബാധ്യതയിൽ നിന്ന് അദ്ദേഹത്തിന് എത്തിക്കാൻ പറ്റും എന്നുള്ളതാണ് മറ്റൊരു അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗണേശന്റെ ഈ സങ്കല്പത്തിലുള്ള അല്ലെങ്കിൽ ഈ ധ്യാനത്തിലുള്ള മൂർത്തിയെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഋണമോചന ഭാവത്തിലുള്ള ഫോട്ടോകൾ വരെ കിട്ടുന്നുണ്ട് എന്നാണ്. ആ ഫോട്ടോകൾ കിട്ടുകയാണെങ്കിൽ വീട്ടിൽ സൂക്ഷിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ആ മന്ത്രം നമ്മൾ ജപിക്കാൻ തയ്യാറാവുക കൂടി ചെയ്യുകയാണെങ്കിൽ അത് ഏറ്റവും വിശിഷ്ടമായി മാറും. അപ്പോൾ എന്താ പറയണേ, മഹാദേവനെ കാണുമ്പോൾ മൃത്യുഞ്ജയ മൂർത്തിയായ മഹാദേവ അസുഖങ്ങൾ മാറ്റണേ, അല്ലെങ്കിൽ അഘോരമൂർത്തിയായ മഹാദേവനെ കാണുമ്പോൾ ശത്രുദോഷം മാറ്റണേ, അല്ലെങ്കിൽ ദക്ഷിണാമൂർത്തിയായ മഹാദേവനോട് വിദ്യ നൽകണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോലെ ഗണപതിയോട് പറയുകയാണ്, ഋണമോചന ഭാവത്തിലുള്ള ഗണപതി ഭഗവാനെ എന്റെ കടങ്ങൾ തീർക്കണേ എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും അതിനകത്ത് വ്യത്യാസങ്ങൾ വരും. 100% തീരുമാനങ്ങൾ വരും. അത് കാര്യങ്ങളിലേക്ക് വരും. മറ്റു നാമജപാദികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ നമുക്ക് ചെയ്യുന്ന ദൈനംദിന കാരണങ്ങൾക്കൊപ്പം ഇതും കൂടി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സങ്കല്പമായി വെച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കുണ്ടാവുന്ന അഭിവൃദ്ധി പതുക്കെ കൂടി വരും. ആ അഭിവൃദ്ധിക്ക് ഭഗവാന്റെ അനുഗ്രഹകരങ്ങൾ വരുമ്പോൾ ആ സ്റ്റെപ്പ് വയ്ക്കുന്നത് പോലെ കുറച്ചുകൂടെ സ്പീഡിലാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സങ്കല്പത്തിൽ ഭഗവാനെ പ്രാർത്ഥിക്കുകയും നാമജപാദികൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പിച്ച് വിശ്വസിക്കാം, അനാവശ്യമായി നിൽക്കുന്ന കടങ്ങളിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടും. അനാവശ്യമായി നിൽക്കുന്ന സാമ്പത്തിക ബാധ്യതകളിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടും. കാലക്രമേണ അധികം നമ്മുടെ സംഖ്യയുടെ അനുസരിച്ച്, നമ്മുടെ കടത്തിന്റെ സംഖ്യ അനുസരിച്ച് അധികം താമസിയാതെ തന്നെ നമ്മൾക്ക് ബാങ്ക് ബാലൻസിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഗണേശൻ വളരെ ശക്തനാണ്.
ഗണേശൻ ബുദ്ധിമാനാണ്. കുബേരൻ സമ്പത്തിന്റെ കാരകനായ കുബേരനെ കൊണ്ട് കാല് പിടിപ്പിക്കുക പോലും ചെയ്ത മഹാശക്തനാണ്. അതുകൊണ്ട് ഒരു ശതമാനം പോലും സംശയം വേണ്ട, 100% അറിഞ്ഞ് വിശ്വസിച്ചോളൂ. അനുഗ്രഹകല നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾക്ക് അത് വാരി പുണരാൻ കഴിയും. നിങ്ങൾക്ക് ഏറ്റവും ശ്രേഷ്ഠമായ ജീവിതത്തിലേക്ക് അത് കൊണ്ടെത്തിക്കാൻ കഴിയും എന്നുള്ളതാണ് സത്യം.